എന്നും നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കണം എന്നില്ലല്ലോ. ചില ദിവസങ്ങളിൽ വികാരങ്ങൾ സമ്മിശ്രമായിട്ട് വരാറുണ്ടല്ലേ. ഇന്ന് അങ്ങനെ ഒരു ദിവസമായിരുന്നു. ഇച്ചിരി സാഡായിരുന്നു. ബട്ട് ലെറ്റ്സ് മേക്ക് ഇറ്റ് ഹാപ്പി അല്ലേ. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കണം എന്ന് വിശ്വസിക്കുന്നത് ശ്രീയാണ് കേട്ടോ. ഇന്ന് കാലത്ത് എണീറ്റപ്പോഴേ ഒരു മൂഡ് ഔട്ട് പോലെ ഫീൽ ചെയ്തു. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വരുന്ന മൂഡ് സ്വിങ്സ് ആയിരിക്കാം. പക്ഷേ ഇത് എപ്പോഴെപ്പോഴും നമ്മളെ കൺട്രോൾ ചെയ്യരുതല്ലോ. നമ്മൾ അതിനെ കൺട്രോൾ ചെയ്യണ്ടേന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങോട്ട് ക്യാമറ എടുത്ത് തുടങ്ങിയതാ. ക്യാമറ എടുത്താൽ എവിടുന്നാന്ന് അറിയില്ല, വല്ലാത്തൊരു എനർജി അങ്ങോട്ട് കയറി വരും കേട്ടോ. അപ്പം ഞാൻ വിചാരിക്കുന്നത് ഇന്നൊരു സാൻഡ്വിച്ച് ഉണ്ടാക്കാം എന്നായിരുന്നു. ചപ്പാത്തിയുടെ ഉള്ളിൽ നമ്മുടെ ചിക്കനൊക്കെ വറുത്ത് വെച്ചിട്ടേ, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചിക്കൻ നമ്മൾ ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതൊന്ന് വറക്കാം എന്ന് വിചാരിച്ച് അങ്ങനെ വറക്കാൻ വേണ്ടി വെച്ചു. അങ്ങനെ വറുത്തോണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ഭാഗ്യം വന്നിട്ട് പറഞ്ഞത്, നമുക്കിന്ന് കുറേ പണിക്കാരുണ്ട് മോനെ, കഞ്ഞി റെഡിയാക്കുമെന്ന്. കാരണം കഞ്ഞി നമ്മൾ തൊട്ടപ്പുറത്ത് അംബികേച്ചി എന്ന് പറഞ്ഞിട്ടൊരു ചേച്ചിയുടെ അടുത്ത് കൊടുക്കാറാണ് പതിവ്. അവർക്ക് കുഞ്ഞൊരു ഹോട്ടലുണ്ട് കേട്ടോ, റീസെൻ്റ്ലി തുടങ്ങിയതാണ്. അപ്പോൾ ചേച്ചി 5-6 ആൾക്ക് കഞ്ഞി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെറ്റാക്കി വെക്കും. ഇന്ന് നമ്മൾ പറഞ്ഞോ പറയാതിരുന്നോ എന്തായാലും കഞ്ഞി വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ നമ്മുടെ വീട്ടിലിരിക്കുന്നുണ്ടായിരുന്ന കോവക്കായ എടുത്ത് ഒരു 1 കിലോ 1.5 കിലോ ഉണ്ടായിരുന്നു, അതൊന്ന് ജസ്റ്റ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ചധികം ദിവസമായി നമ്മൾ മേടിച്ച് വെച്ചിട്ട്, അത് കാരണം ചെറിയൊരു നിറം മാറ്റമൊക്കെ ഉണ്ട്, സാരില്ല അല്ലേ. ഈ ഇറച്ചി മീനും തിന്നണം നമുക്ക്. പാവയ്ക്കല്ലടാ, കോവക്കായ ഇത്തിരി വെന്ത് പോയാലോ അല്ലെങ്കിൽ ഇത്തിരി പഴുത്തു പോയാലോ എന്ത് കുഴപ്പമെന്ന്. അങ്ങനെ നമ്മുടെ ചക്കിലാട്ടിയ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചിട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ ധാരാളം സബോള ഇട്ട് നല്ല പച്ചമുളകും പിന്നെ 2-3 തുള്ളി 2-3 അല്ലി വെളുത്തുള്ളിയും കൂടിയിട്ട് കറിവേപ്പിലേക്ക് ഇട്ട് നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതിൻ്റെ ഇടയിൽ നമുക്ക് നമ്മുടെ ഡിറ്റോക്സ് വാട്ടറോ അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്തി ഡ്രിങ്കോ ഒക്കെ ഒന്ന് കുടിക്കാം. ഇതിന് എന്ത് പേരിടുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. പക്ഷെ ഞാൻ തേനിലാണ് അത് ചാലിച്ച് കുടിക്കുന്നത്. തേൻ അത്ര ഹെൽത്തി ഒന്നല്ല, എങ്കിലും എനിക്കിത്തിരി മധുരം കാലത്ത് ഇങ്ങനെ ഒരു എനർജിക്ക് വേണ്ടിയിട്ട് കാപ്പിയൊക്കെ ഒഴിവാക്കിയിട്ടിരിക്കുകയല്ലേ, കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇത്തിരി മുളക് പൊടി കൂടിയിട്ടുണ്ട്. നമ്മുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിലത്തെ പച്ചമുളകാണ് കേട്ടോ. നമ്മുടെ പച്ചമുളകിൻ്റെ അടിസ്ഥാനത്തിലാണ് വീട്ടിലത്തെ കറികളൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുക. അപ്പം നമ്മളതിൽ കുറച്ച് മുളക് പൊടി കാശ്മീരി ചില്ലിയാണ് ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള നീളനെ അരിഞ്ഞ് വെച്ചിട്ടുള്ള കോവക്കായും ഉപ്പും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ഉപ്പേരി പരിപാടി സെറ്റായിട്ടോ. ഇനി വേണമെങ്കിൽ നാരങ്ങ ഇതെന്താ നാക്ക് ഇങ്ങനെ വേറെ വേറെ സാധനങ്ങളെ തേടി തേടി പോകുന്നത്. നമുക്ക് നാളികേരമൊക്കെ വേണമെങ്കിൽ ഇടാം. നമ്മുടെ വീട്ടിലത്തെ കറികളും അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുപാടൊക്കെ എപ്പോഴും നമ്മുടെ മൂഡ് അനുസരിച്ചിട്ടല്ലേ ഇരിക്കുക. അപ്പം ഞാൻ നാളികേരം അങ്ങോട്ട് ഒഴിവാക്കി. പിന്നെ നമുക്ക് അച്ചാറുണ്ടായിരുന്നു, അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ചെമ്മീൻ ചമ്മന്തി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. പിന്നെ ചിക്കനൊന്നും ചെയ്യാനില്ലല്ലോ, അപ്പം ചിക്കൻ ഞാൻ വിചാരിച്ചു ഒരു ഉപ്പേരി പോലെ വെച്ചിട്ടുണ്ടെങ്കിൽ ശ്രീകുട്ടന് ഭയങ്കര ഇഷ്ടമാണ്. അതായത് നമ്മൾ ഉപ്പേരി എന്ന് പറയാൻ പറ്റില്ല, അങ്ങനെ ഡ്രൈ ആയിട്ട് വെക്കില്ലേ, അത് ശ്രീകുട്ടന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമ്മൾ നമ്മുടെ സവോളയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിൻ്റെ ഇലയൊക്കെ നമ്മുടെ ചോപ്പർ കൂട്ടലിൽ നന്നായി അടിച്ചെടുത്തിട്ട് അത് നന്നായിട്ട് വാടി വരുമ്പോൾ അതിൽ പൊടികളായിട്ടുള്ള മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാല എന്നിവയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ഈ ചിക്കൻ എന്താ ചോപ്പറിൽ തന്നെ അടിച്ചെടുക്കും കേട്ടോ. നമ്മൾ മിക്സിയിൽ അടിക്കില്ല. മിക്സിയിൽ അടിക്കുമ്പോൾ നമുക്കൊരു കട്ട്ലേറ്റിന്റെ കൺസിസ്റ്റൻസിയിലാണ് കിട്ടുക. പക്ഷെ നമ്മളിപ്പോൾ ഈ ചോപ്പറിൽ അടിക്കുമ്പോൾ അങ്ങനെ കുനുകുനാന്ന് ഇങ്ങനെ നല്ല രീതിയിൽ കിടക്കും കേട്ടോ. എന്നിട്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ച് ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആക്കി എടുത്തിട്ടുണ്ടെങ്കിൽ ശ്രീകുട്ടന് ഭയങ്കര ഇഷ്ടമാണ് അത് കഴിക്കാൻ വേണ്ടിയിട്ട്. വൈകുന്നേരം ആകുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ കുറച്ച് ഉരുളൻകിഴങ്ങും കൂടി ഞാൻ വേവിച്ച് പൊടിച്ച് ചേർത്തിട്ട് കട്ട്ലേറ്റ് ആക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും ഫില്ലിങ്സിന് വേണ്ടിയിട്ട് സമൂസയുടെ പോലെയോ പപ്സിന്റെ പോലെയോ ഒക്കെ ആക്കുകയാണ് ചെയ്യാറുള്ളത് കേട്ടോ. അല്ലെങ്കിൽ മുട്ട നമ്മൾ വെറുതെ പുഴുങ്ങി ഇങ്ങനെ കഷ്ണം കഷ്ണമാക്കി ഇതിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഉരുട്ടി ബജ്ജി പോലെയൊക്കെ ആക്കി കൊടുക്കാറുണ്ട് കേട്ടോ ചേട്ടന്മാർക്ക് 4 മണിക്ക്. അങ്ങനെ കഞ്ഞിക്കുള്ള സംഭവങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. തലേദിവസം തന്നെ നമ്മൾ ചോറ് വെക്കുമല്ലോ, അപ്പോൾ ആ ചോറ് അങ്ങനെ തന്നെ അവർക്ക് കഞ്ഞിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് നമുക്ക് രണ്ടാമത് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ കഞ്ഞിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഇവിടെ ഒരുങ്ങിയിട്ടുണ്ട്. 10 മണിയാകുമ്പോഴാണ് അവർ കഞ്ഞി കുടിക്കാൻ വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് അച്ചാറുണ്ട്, ചെമ്മീൻ ചമ്മന്തി ഉണ്ട്, അതുപോലെ തന്നെ കോവക്കായ ഉപ്പേരിയുണ്ട്, ചേട്ടന്മാരെ പാത്രവും സ്പൂണും സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പതുക്കൊന്ന് പറമ്പ് പര്യടനത്തിൽ ഇറങ്ങാം എന്ന് വിചാരിച്ചപ്പോഴാണ് ചേട്ടന്മാർ കഞ്ഞി കുടിക്കാൻ വന്നത്. എനിക്കിന്ന് കുറേ ചേട്ടന്മാരുണ്ടല്ലോ. രമണേട്ടനും പത്മനാഭേട്ടനും. ദോശ ചപ്പാത്തിയാണ് കാലത്ത് മിക്കതും ഉണ്ടാവാറുള്ളത്. ഇന്നിപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഭാഗ്യം കഞ്ഞി കുടിക്കുന്നത് കേട്ടോ. അതിൻ്റെ ആഹ്ലാദ പ്രകടനമാണ് ആ കേട്ടത്. രമേശനും ടീമൊക്കെ കഞ്ഞൂടിയൊക്കെ കഴിഞ്ഞ് പണി വീണ്ടും ആരംഭിച്ചു കേട്ടോ. ഈ വാഴയാണ് നമുക്ക് ഓണത്തിന് കിട്ടാൻ സാധ്യതയുള്ള വാഴ. ഓണത്തിൻ്റെ സമയത്ത് കുറച്ച് നമുക്ക് മുറിക്കാൻ പറ്റുന്ന വാഴ. ഇത് വീടിൻ്റെ തൊട്ട് താഴ്ത്ത് നിൽക്കുന്ന ഒരു സെക്ഷൻ വാഴയാണ്. അപ്പോൾ അതിൽ നിറച്ച് ചീരയാണ്. ചീര കുറേയൊക്കെ നമ്മൾ മുറിച്ച് കടയിൽ കൊണ്ടുപോയി വിറ്റ് കുറച്ച് ഇപ്പോൾ വണ്ടിയിൽ ഇരിക്കുന്നുണ്ട്. ബാക്കിയൊക്കെ കളച്ച് ഇതിൻ്റെ കടയ്ക്ക് തന്നെ ഇടുക. ചീരവളം. ഇതിന് നമ്മൾ ഏറ്റവും കൂടുതൽ ജൈവവളം ഇട്ട് നോക്കിയിട്ടുള്ളൊരു വാഴ തന്നെ കേട്ടോ. ഇത് ഇപ്പം 3-ാമത്തെ പ്രാവശ്യമല്ലേ രമേശ, 4-ാമത്തെ പ്രാവശ്യമല്ലേ നമ്മൾ ജൈവവളം ഇടുന്ന രമേശ. ഇപ്പം നമ്മൾ ചാണകപ്പൊടി ഇടുന്നു. ചാണകപ്പൊടിയും വേറൊരു സാധനം കൂടെ കൂട്ടിയിട്ട് ജൈവം തന്നെ. എനിക്ക് കുറച്ച് വേണം പ്ലീസ്.
ഇന്ന് ഇവിടെ 6 പേര് പണിയുണ്ട്. അപ്പൊ ഞാൻ കടയിൽ പോവാ. അപ്പൊ അതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് വന്ന് പണിയൊക്കെ ചേട്ടന്മാർക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കാം എന്ന് വിചാരിച്ചു എന്നാണ് ഭാഗ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഇപ്പോൾ ചേട്ടന്മാർ ചെയ്യുന്ന പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വള്ളടലാണ് കേട്ടോ. ഇതുപോലെ നമ്മുടെ പട്ടകൾ കൂട്ടി കെട്ടും അവർ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പട്ടകൾ ഇങ്ങനെ ഒടിഞ്ഞ് വീഴാണ്ടിരിക്കാൻ. ഇതിൻ്റെ ഉള്ളിലത്തെ പശ ഉണ്ടല്ലോ, നമ്മുടെ വാഴക്കറ എന്ന് പറയുന്നത്, ആ കറ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അത്ര നമ്മുടെ കൊലയുടെ വലുപ്പത്തിലും അതുപോലെ തന്നെ വാഴയുടെ ആരോഗ്യത്തിലൊക്കെ. നമുക്കൊക്കെ എന്താ അറിയാല്ലേ, ഒരു മക്കളെ നോക്കണ പോലെ കേട്ടോ. അവരെ മക്കളെ അത്ര കീഴിൽ നോക്കണ്ട, വാഴ നോക്കണം. ചേട്ടൻ്റെ പട്ട കേട്ടണം എന്തോരം പുല്ലല്ലേ. പുല്ലിന്റെ അയിരുകളിയാ, അയിരുകളി, പുല്ലിന്റെ അയിരുകളി, അങ്ങനെ ഒരു ഭാഷ. അയ്യരുകളി എന്നല്ലേ പറയാ, അയ്യരുകളി. അയ്യരുകളിയല്ല, പുല്ലിന്റെ അയിരുകളി എന്ന് പറയും. കുറെ പറയണതാണ് ഒരു ഭാഷയാണത്. വളരെ കടക്കലേക്ക് കൈക്കോട്ട് ചെല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കട നമ്മൾ വലിച്ച് വെടുപ്പാക്കും പുല്ല് ആദ്യം, അല്ലെങ്കിൽ കള കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാഴ ആകെ പോകുമല്ലോ. പിന്നെ ഈ പട്ടയൊക്കെ കെട്ടി വെക്കാണ്. കാരണം പട്ട ഇങ്ങനെ പൊളിഞ്ഞ് പോയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലേ വാഴയുടെ കരുത്ത് കുറയും. അപ്പോൾ ഒടിഞ്ഞ് ഇങ്ങനെ ചാഞ്ഞ് തുടങ്ങിയ പട്ടയൊക്കെ നമ്മൾ ചിലതിങ്ങനെ വിടർന്ന് നിൽക്കണമൊക്കെ നമ്മൾ കെട്ടി വെക്കണം. അല്ല ചേട്ടാ, ചിലവർ പറയുമല്ലോ ഇതിങ്ങനെ താഴത്തേക്ക് വീണാലും കളയാൻ പാടില്ല, വാഴയ്ക്ക് തണുപ്പിനാന്ന്. അത് വേനൽക്കാലത്ത് അല്ലെങ്കിൽ നമ്മൾ വാഴയുടെ ഈ ഇതിങ്ങനെ മൂത്തിട്ട് ഒടിഞ്ഞ് താഴെ വീണാലും നമ്മളത് ചെത്തി കളയാറില്ല. കാരണം അത് പിണ്ടിയുമ്പളേക്ക് നമുക്ക് വെയിൽ നേരിട്ട് അടിക്കാണ്ടിരിക്കാനുള്ള ഒരു ഇതാവും. പക്ഷെ വർഷക്കാലമായി കഴിഞ്ഞ് ചെത്തി കളയണം. കളഞ്ഞില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇത് വന്നിട്ട് മനസ്സിലായില്ലേ, ഓരോ കാലഘട്ടത്തിലും ഓരോ രീതിയിലാണ് കൃഷി ചെയ്യേണ്ടതെന്ന്. ഇവിടെ കുറെ ആൾക്കാരുണ്ട് കേട്ടോ. ഇവിടെ രമണേട്ടുണ്ട്, സുബ്രേട്ടുണ്ട്. പാലക്കാട് പണിക്കാരുണ്ടെന്ന് പറയാം. അല്ലല്ല, ആള് ഇവിടെ മോളുടെ അടുത്താ നിക്കണേ. പക്ഷെ ചേട്ടന്റെ ഭാഷ നല്ല വ്യത്യാസം ഉണ്ട് കേട്ടാ. അറ്റത്ത് നിക്കണ നമ്മുടെ രമണേട്ടാ അതേ നിക്കണ രമണേട്ടൻ. അതല്ല, കള അതേ നിക്കണ നമ്മുടെ ബിജുവേട്ടൻ സ്റ്റീൽ പൊടി അടിച്ച്. ഇതിന്റെ ഉള്ളിലേ വെയിലിട്ട് ഷർട്ട് ഇട്ടിട്ട് നിക്കാൻ പറ്റില്ല കേട്ടാ, ഭയങ്കര ചൂടാ. ചേട്ടന്മാരൊക്കെ ഭയങ്കര തിരക്കില്ല. അപ്പൊ നമുക്ക് തിരിച്ചു മടങ്ങിയാലോ. കടയിലുള്ള ചീരി ഇരിക്കുന്നുണ്ട്. പിന്നെ പോയിട്ട് പെട്ടെന്ന് വരും. നമ്മുടെ തൃശ്ശൂരുള്ള ഒരു കസിനെ ഡെങ്കു. അപ്പോൾ അതിന് പപ്പായ നല്ലതാണെന്ന് പറയണായിട്ടുണ്ട്. അപ്പോൾ അവർക്ക് 2 പപ്പായും കൊണ്ട് പോകണം. അമ്മയാണ് പോകുന്ന ആള്. ജൈവം, രാസവളം തൊട്ടിട്ടില്ലേ, ഒരു വളം തൊട്ടിട്ടില്ലേ, ജൈവം തൊട്ടിട്ടില്ലേ, വെറുതെ നട്ടുള്ളോ. പച്ച വേണ്ട, പച്ച നല്ലതെന്നാ പറഞ്ഞ. അങ്ങനെ പച്ച പപ്പായ നല്ലതാന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ ഡെങ്കുവിന്. അപ്പോൾ നമ്മൾ പപ്പായൊക്കെ പൊട്ടിച്ച് വിട്ട് ഭാഗ്യനെ കടയിലേക്കും വിട്ട് നമ്മൾ നമ്മുടെ ചെടിത്തോട്ടത്തിലേക്ക് ഇറങ്ങുകയാണ്. പൊതുവെ മനസ്സിനൊരു സന്തോഷമില്ലാത്ത ദിവസമാണെന്നുണ്ടെങ്കിൽ നമ്മൾ പതുക്കെ ചെടിത്തോട്ടത്തിലേക്ക് ഇറങ്ങുകയാണ് പതിവ്. എനിക്ക് കുറച്ച് പെയിൻറ്റും അതുപോലെ തന്നെ കുറച്ച് ചെടികളും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാവും കേട്ടോ. അപ്പം നമ്മളിന്ന് ആയുധം, നമ്മുടെ പുടവയൊക്കെ കച്ചയൊക്കെ കെട്ടി ഇറങ്ങുന്നത്, കച്ച കെട്ടി ഇറങ്ങിയിട്ടുണ്ട്, ആയുധങ്ങൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് യുദ്ധം തുടങ്ങാം നമ്മുടെ ചെടിത്തോട്ടത്തിൽ. കുറച്ച് ദിവസമായി ഞാൻ വിചാരിക്കുന്നു കുറച്ച് സ്ഥലങ്ങളൊക്കെ ഓരോ ഭാഗങ്ങളായിട്ട് ഒതുക്കി കൊണ്ടുവരണം എന്നുള്ളത്. നമ്മുടെ അടീനിയത്തുമ്പോൾ പൂവൊക്കെ കൊഴിഞ്ഞു പോയിട്ടുണ്ട്. വീണ്ടും നല്ല വെയിലുള്ള സ്ഥലത്തേക്ക് ഇറക്കി വെക്കാറായിട്ടുണ്ട്. നല്ല വെയിൽ കൊള്ളുമ്പോൾ അത് വാടുക, എന്നാൽ വെയിലില്ലാത്തപ്പോൾ പൂ ഉണ്ടാവുക എന്താല്ലേ. അപ്പോൾ നമുക്ക് ഇന്ന് വൃത്തിയാക്കാനുള്ള ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു സ്ഥലമാണ് കേട്ടോ. ഇതിനെ ഞാൻ കുറച്ച് ഭംഗിയാക്കാനുള്ള ഒരു പരിശ്രമത്തിലാണ്. ശ്രീകുട്ടനെന്ന് ലാസ്റ്റ് ഡേ എക്സാം ആണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഇറങ്ങി കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും ശ്രീകുട്ടനെ കൊണ്ടുവരാൻ പോകേണ്ട ആവശ്യമൊക്കെ വന്നു. അപ്പോൾ ഞാൻ പതുക്കെ എൻ്റേതായിട്ടുള്ള രീതിയിൽ ഇവിടെ ഒരു മേക്ക് ഓവർ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. നമ്മൾ കലാത്തിയയിൽ ഊട്ടി ഇവിടെ വെക്കാൻ പോവാണ് കേട്ടോ. കുറച്ചധികം ദിവസമായി ഇവരെ 5-6 പേരെ ഇവിടെ മേടിച്ചു കൊണ്ട് വെച്ചിട്ട്. അപ്പോൾ നമ്മൾ ആദ്യം നട്ടിട്ടുള്ള കലാത്തിയയിൽ ഊട്ടിയാണ് ഇവിടെ നിൽക്കുന്നത്. അത് ഞാനൊരു 2 കട വെച്ചിട്ടുണ്ടായിരുന്നു, നല്ല ഭംഗിയിലായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കീഴാർനെല്ലി എന്ന് പറഞ്ഞിട്ടുള്ള ചെടിയാണിത്. നമ്മൾ മഞ്ഞപ്പിത്തത്തിന് പാലിലൊക്കെ അരച്ച് കഴിക്കണ സംഭവം ഉണ്ടല്ലോ, അതാണിത് കേട്ടോ. അതിൻ്റെ ആ നെല്ലി പോലത്തെ സാധനം അടിയിൽ ഇങ്ങനെ ചെറുത് മണിമണിയായിട്ട് കാണുന്നുണ്ടില്ലേ, ഇതാന്ന് ഞാൻ തോന്നുന്നു. അതന്നെയാണ്. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ മണ്ണുത്തിന്ന് മേടിച്ചുകൊണ്ട് വന്നിട്ടുള്ള മറ്റൊരു ചെടിയായിരുന്നു. ഇപ്രാവശ്യം ഇതുമ്പോൾ നിറച്ച് പൂവുണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ പേര് ഞാൻ സത്യത്തിൽ മറന്നുപോയി. ഇതുമേ നല്ല ഡാർക്ക് മച്ചൻ്റെ കളറിലുള്ള കോളാമ്പി പൂക്കൾ ഉണ്ടാവും. നല്ല ഭംഗിയാടാ കാണാൻ വേണ്ടിയിട്ട്. കുറേ ദിവസം ഉണ്ടായി വിരിഞ്ഞിങ്ങനെ കൊലയായിട്ട് നിൽക്കുകയും ചെയ്യും. അപ്പോൾ ഇവിടെ നമ്മൾ പേൾ ഗ്രാസ് ഈ പുല്ല് പിടിക്കാണ്ടിരിക്കാൻ വേണ്ടി നട്ടതാണ്. പുല്ല് പിടിക്കാണ്ടിരിക്കാൻ വേണ്ടി ഞാനിവിടെ പുല്ല് നട്ടു. എന്നിട്ട് ഏറ്റവും അവസാനം ഞാനായിട്ട് ആ പുല്ലിനൊന്ന് വെട്ടി ഒതുക്കാന്ന് വിചാരിച്ചിട്ടാണ് ഇവിടേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഏത് ചെടി വെച്ചിട്ടുണ്ടെങ്കിലും വലുതാവില്ല കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വെയിലാണ്.
പിന്നെ ഇവിടുത്തെ മണ്ണോ എന്തോ സംഭവങ്ങളൊക്കെ വല്ലാത്ത രീതിയിലായ കാരണം കൊണ്ട് ഇവിടെ ചെടി വെച്ചാൽ പൊതുവെ നമ്മുടെ ബാങ്കിലൊക്കെ വെച്ച സമയത്ത് പൂക്കളൊക്കെ ഉണ്ടായി തുടങ്ങിയപ്പോൾ അത് അങ്ങോട്ട് ചീഞ്ഞാ പോയി. ഇനിയിപ്പോൾ എൻ്റെ നോട്ടം കൂടിയിട്ടാണോ എന്നറിയില്ല. നമ്മൾ ചെടികളെ വളരെ ഡീപ്പായിട്ട് ഭയങ്കരമായിട്ട് പരിചരണം കൊടുത്ത് വളർത്തുകയാണെങ്കിൽ ഈ സാധനങ്ങൾ കേടായി കൂടും. നമ്മളൊരു മിതമായ രീതിയിലാണ്, അധികമായി അമൃതം വിഷം കേട്ടിട്ടില്ലേ, ആ ഒരു ടെക്നിക്കാണ് ചെടിയിലും നമ്മൾ പ്രയോഗിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇതിനെ കലാത്തിയ ലൂട്ടിയ ഒരെണ്ണം ഞാനിവിടെ വെച്ചിട്ടുണ്ട്. കലാത്തിയ ലൂട്ടിയ നമുക്ക് മാറ്റാം, കലാത്തിയ എന്ന് മാത്രം വെക്കാം കേട്ടോ. ഇത് കലാത്തിയ തന്നെയല്ലേ? ആ, ലൂട്ട് ആണ്. ഞാൻ ആ ചേട്ടന്മാർ അങ്ങനെയാണ് പറയണത് കേട്ടത്. അപ്പോൾ ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ടാണ് ഞാനിന്ന് പണിക്ക് ഇറങ്ങിയതെന്നുണ്ടെങ്കിലും കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ നഖത്തിൻ്റെ ഉള്ളിൽ എന്തോ കയറി ആകെ ചോരയും ബഹളവും ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. ഇതാണ് ശംഖുപുഷ്പം. ശംഖുപുഷ്പം ഞാൻ ഡബിൾ എതളാന്നും പറഞ്ഞ് കൊണ്ടുവച്ചതാണ്. ഞാനല്ല കൊണ്ടുവച്ചത്, ഇളയമയാണ് കൊണ്ടുവച്ചത് കേട്ടോ. പക്ഷെ ഉണ്ടായത് നമ്മുടെ വെള്ള ശംഖുപുഷ്പമാണ്. ഒരോടനെ ഞാൻ കേൾക്കുന്നുണ്ടായി ശംഖുപുഷ്പം നമ്മുടെ നാട്ടിലുള്ളതൊന്നും ഒറിജിനൽ അല്ല, അതൊക്കെ വിഷച്ചെടികളാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. എനിക്ക് കുറേ പേര് ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ നമ്മൾ പേഴ്സണലായിട്ടൊക്കെ മെസ്സേജ് അയച്ചു കേട്ടോ, ശ്രീജ അത് കുടിക്കരുതടാ, അത് വിഷമാണ് ഇടാ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഡിയർ ഫ്രണ്ട്സ്, നമുക്ക് ഇത്ര നാളും കുടിച്ചിട്ടൊന്നും സംഭവിച്ചിട്ടില്ല. അത് കാരണം കൊണ്ട് ഞാനത് എപ്പോഴും ഒന്നും യൂസ് ചെയ്യുന്നില്ല. പക്ഷെ അതാണ് ശംഖുപുഷ്പം എന്ന് തന്നെയാണ് ഞാൻ ചോദിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇത് വെള്ള ശംഖുപുഷ്പം, ഇത് നമുക്കങ്ങനെ പ്രത്യേകിച്ച് ഔഷധങ്ങൾക്കൊന്നും ഉപയോഗിക്കുമെന്ന് അറിഞ്ഞുകൂടാ. പക്ഷെ നമുക്ക് അമ്പലത്തിൽ നമ്മുടെ പൂവ് കെട്ടാനായിട്ട് ഇത് ധാരാളം ഉപയോഗിക്കും കേട്ടോ. ഞാനത് കടടക്കം വെട്ടിക്കളഞ്ഞിട്ട് വീണ്ടും നന്നായിട്ടായി വരുന്നതാണ്. ഇതിൻ്റെ ഉള്ളിൽ കിളിക്കൂടൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പുല്ല് വെട്ടി നിർത്താമെന്നുള്ള ഒരു ഇതിലാണ് ഞാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. എനിക്ക് പൊതുവേ ഈ ചെടികളുടെ ഇടയിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാക്കി എന്തെങ്കിലും ഡിസ്ട്രാക്ഷൻസ് നമ്മുടെ മനസ്സിനുണ്ടെങ്കിൽ ഞാൻ അതങ്ങോട്ട് മറക്കും. അതിപ്പോൾ എന്തെങ്കിലും ക്രാഫ്റ്റ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലും ചെടികൾ ചെയ്യണമെന്നുണ്ടെങ്കിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഇവൻ ഞാൻ കുക്ക് ചെയ്യുമ്പോഴാണ് എനിക്ക് കൂടുതലും നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ തിങ് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ സംഭവത്തെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് വരിക. ഇത് കണ്ട ഞാനൊരു 5 മാസം മുമ്പ് വെച്ചിട്ടുള്ള കലാത്തിയ ലൂട്ടിയാണ്. അപ്പോഴേക്കും ദാ ഇതുപോലെ ആയിട്ടുണ്ട്. ഇത് മാത്രം വളർന്നതെന്നറിയോ. അതിൻ്റെ ഇടയിൽ നിന്ന് ഞാൻ 1-2 പറക്കുകയും കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു വേറെ സ്ഥലത്തേക്ക് നടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് മൊത്തത്തിൽ അങ്ങനെ ഉണ്ടായി നിൽക്കുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവുമെന്ന് തോന്നി. ഇപ്പോൾ എല്ലാ വീടിൻ്റെ സൈഡുകളിലും നമ്മളെല്ലാവരും വെച്ച് പിടിപ്പിക്കുന്നത് ഈ കലാത്തിയല്ലേ. അപ്പോൾ ഇവിടെ നമ്മുടെ കിച്ചണാണ് കേട്ടോ. നമ്മുടെ കിച്ചണിൻ്റെ ജനലാണ് ആ 2 കാണുന്നത്. ഒരെണ്ണം മെയിൻ കിച്ചൻ്റെയും ഒരെണ്ണം നമ്മുടെ കുഞ്ഞ് വർക്ക് ഏരിയ കിച്ചൻ്റെയും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന വെള്ളം ഉണ്ടല്ലോ, അത് അവിടെ കുറച്ച് വെള്ളമുള്ള പ്രദേശമായ കാരണം ഈ ഒച്ച് ഇങ്ങനെ കയറിപ്പോയിട്ട് നിറച്ച് കാഷ്ടിച്ചിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാനതൊക്കെ ഒന്ന് വൃത്തിയാക്കി കഴുകി സെറ്റാക്കി വെക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഗ്യാസിൻ്റെ സിലിണ്ടർ വെക്കുന്നത് പുറത്താണ്. അപ്പോൾ നമുക്ക് അപകടങ്ങളൊക്കെ വളരെയധികം ഒഴിവാക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞ് ആധുനിക രീതിയിൽ നമ്മുടെ വിപിൻ ചേട്ടൻ സെറ്റ് ചെയ്ത് തന്നതാണ്. വിപിൻ ചേട്ടനല്ല കേട്ടോ അത് സെറ്റ് ചെയ്ത് തന്നെ, നമുക്ക് നമ്മുടെ മാക്സി ചേട്ടൻ സെറ്റ് ചെയ്ത് തന്നതാണ് അവിടെ. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇതുപോലെ ഇങ്ങനെ വീടിൻ്റെ ചുറ്റുമുണ്ട് കേട്ടോ. പിന്നെ അവിടെ ഒരു വയലറ്റ് മുളക് നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ കുറച്ച് അഗ്ലോണിമകൾ പലതരത്തിലുള്ളത് നട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും പിടിക്കണില്ല. ഞാനത് കാരണം കൊണ്ട് നമുക്ക് വേറെ എന്തെങ്കിലും വെക്കാമെന്നുള്ള ഒരു തീരുമാനത്തിലാണ് ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇവിടെയൊക്കെ കളയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ, നിറച്ച് പൈപ്പും നമ്മുടെ എർത്ത് ലൈനും ഒക്കെ ഉണ്ടാവും. നോക്കിയും കണ്ടും ചെയ്തില്ലെങ്കിൽ മുൻകൂറായിട്ട് നിങ്ങൾക്ക് എൻ്റെ 16ൻ്റെ ക്ഷണം കിട്ടും. അങ്ങനെ ഫൈനലി നമുക്കിതാ പെയിന്റ് അടിക്കാണ്ട് നമുക്ക് എന്ത് തെറാപ്പിന്ന് അങ്ങനെ നമ്മൾ പെയിന്റ് അടിക്കാൻ പോവുകയാണ്. ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ ലൈറ്റ് ഒരു പേസ്റ്റൽ കളറിലുള്ളത് തുറക്കാനും കിട്ടുന്നില്ലല്ലോ ദൈവമേ. ഈ ഒരു കളർ പെയിന്റാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇത് നമുക്ക് മൊത്തത്തിലൊന്ന് അടിച്ചു കൊടുക്കാം. എൻ്റെ പെയിന്റിൻ്റെ കളക്ഷൻ ഏകദേശം കഴിയാറായി എന്നാണ് എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലായത്. നമ്മൾ ഉടനടി വീണ്ടും റീസ്റ്റോക്ക് ചെയ്യുന്നതായിരിക്കും ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ അടിക്കാൻ വേണ്ടിയിട്ട്. ഇതിങ്ങനെ ഡിമ്മാവുക, വീണ്ടും പെയിന്റ് അടിക്കുക, വീണ്ടും ഡിമ്മാവുമ്പോൾ വീണ്ടും പെയിന്റ് അടിക്കുക, ഇതൊരു ഒരു 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 സുഖം, ഒരു മനസുഖം. അങ്ങനെ നമ്മളിവിടെയൊക്കെ പെയിന്റ് അടിച്ച് സെറ്റാക്കാമെന്ന് വിചാരിച്ചു. ഒരു പേസ്റ്റൽ ബ്ലൂ ആണ് അവിടെ വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ശ്രീകുട്ടനോട് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ പെയിന്റ് അടിച്ച് തുടങ്ങുമ്പോൾ എന്നെ വിളിച്ചോളൂ എന്നുള്ള കാര്യം. ഞാൻ ഇതിൻ്റെ ആ ഒരു ഇൻട്രസ്റ്റിൽ അതങ്ങോട്ട് മറന്നുപോയിടാ. പിന്നെ ഞാൻ അങ്ങോട്ട് അടിച്ചാൽ തുടങ്ങി. അപ്പം ഞാൻ മുകളിൽ മാത്രം അടിച്ചു കൊടുത്തുള്ളൂ കേട്ടോ. സൈഡിൽ നമുക്ക് ഒരു സിമെന്റിന്റെ കളർ ഉണ്ടല്ലോ, ആ ഗ്രേ കളർ, അത് അടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത്. അപ്പം നമുക്ക് എല്ലാ ചെടികളും നട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ നമ്മുടെ ഈ കലാത്തിയകൾ മാത്രമാണ് നട്ടിട്ടുള്ളത്. മൊത്തത്തിൽ പുല്ലൊന്ന് പറിച്ച് കളയാമെന്നാണ് പിന്നെ എനിക്ക് തോന്നിയത്. പിന്നെ ഞാൻ മൊത്തം നമ്മുടെ പേൾ ഗ്രാസ് പറിച്ച് കളഞ്ഞു. എനിക്ക് പേൾ ഗ്രാസ് ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊന്നും വെക്കുന്നത് അത്ര ആപ്റ്റായിട്ട് തോന്നിയിട്ടില്ല. അനുഭവം ഗുരു, നമ്മൾ അനുഭവിക്കുമ്പോഴാണല്ലോ നമുക്കത് ബുദ്ധിമുട്ടുകൾ എന്താണ്, അല്ലെങ്കിൽ നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. ഇത്രയും ചെറിയ സ്ഥലത്ത് നമുക്ക് പേൾ ഗ്രാസ് വെക്കുമ്പോൾ കട്ട് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുറച്ച് വിശാലമായ സ്ഥലത്താണെങ്കിൽ നമുക്കത് കട്ട് ചെയ്യാനായിട്ട് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. നമുക്ക് ഒന്നില്ലെങ്കിൽ നമ്മുടെ ഈ കത്രിക വെച്ചിട്ടോ അല്ലെങ്കിൽ നമുക്ക് പുല്ല് വെട്ടുന്ന ചേട്ടന്മാരെ കൊണ്ടോ കട്ട് ചെയ്യിപ്പിക്കാം. ഇത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഞാൻ തോന്നിയപ്പോൾ ഇവിടുത്തെ എല്ലാ പേൾ ഗ്രാസും ഞാൻ പറിച്ചെടുത്തു കേട്ടോ.
നട്ടാ അത്രയ്ക്ക് എളുപ്പമുണ്ടായില്ലടാ പറിക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഒരു 3, 4 മണിക്കൂറിന്റെ പരിപാടി ഉണ്ടായിരുന്നു. അങ്ങനെ ഓരോന്നും നമ്മൾ പറിച്ചെടുത്ത് ഏറ്റവും ലാസ്റ്റ് വീണ്ടും അവിടെ പെയിന്റ് അടിക്കാൻ പോവുകയാണ്. അപ്പോഴും അവിടെ കുഞ്ഞു കുഞ്ഞു കടകൾ നിൽക്കുന്നുണ്ടായിരുന്നു. ഈ പേൾ ഗ്രാസിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൺസ് നമ്മൾ നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയൊരു വേരുണ്ടെങ്കിൽ കൂടി അത് വീണ്ടും വീണ്ടും മുളച്ച് മുളച്ച് വരും. പിന്നെ ഒരു കാര്യം നല്ല ഭംഗിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തുകയാണെങ്കിൽ അടിപൊളിയാണ്. പക്ഷേ ഇങ്ങനത്തെ കുഞ്ഞ് ഏരിയയിലൊന്നും മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമുക്ക് പറ്റില്ല. അങ്ങനെ മുകളിൽ മാത്രം നമ്മൾ നന്നായിട്ട് പെയിന്റ് അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ കുഞ്ഞിണ്ടല്ലോ ഇവളെ ഞാൻ പൊന്ന എന്നാ വിളിക്കാട്ടാ. ഇവള് എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവും. ഇത് നമ്മുടെ മണിയുടെ ഫോട്ടോസ്റ്റാറ്റ് പോലെയാണ് ഇരിക്കുന്നത്. എൻ്റെ പിന്നാലെ ഇങ്ങനെ വീഴും. കുഞ്ഞാണത്. എപ്പോഴും എൻ്റെ കൂടെ ഇങ്ങനെ ഉണ്ടാവും. പൊന്ന പൊന്ന എന്ന് വിളിക്കുമ്പോൾ വിളിയേക്കും ചെയ്യും. നമ്മള് മനുഷ്യന്മാർക്കില്ലാത്ത എന്തൊക്കെയോ പൂച്ചകൾക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. വന്നു മക്കളെ വന്നു. ഇതാ എൻ്റെ ട്രോഫി വന്നു. ട്രോഫി നമുക്ക് പെയിന്റ് അടിച്ച് തരുന്നുണ്ട്. പെയിന്റ് അടിക്കാൻ എനിക്ക് എത്ര ഇഷ്ടമാണോ അതുപോലെ തന്നെ അവനും ഇഷ്ടമാണ്. പിന്നെ ഈ പെയിന്റ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മേത്തൊക്കെ നന്നായിട്ട് പെയിന്റ് ആവും. അത് കാരണം കൊണ്ട് ഞാൻ ഏറ്റവും ലാസ്റ്റ് എത്തിയപ്പോഴാണ് ആളെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. വിളിച്ചില്ലെങ്കിൽ ആൾക്ക് സങ്കടമാവും. അപ്പം നമ്മൾ ഈ ഒരു ഏരിയയിൽ പെയിന്റ് അടിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇതിന് നമ്മളിവിടെ പടുക്കാന്ന് പറയും കേട്ടോ. അതായത് വെള്ളം പോകുന്ന സ്ഥലത്തിന്. അപ്പം ഞാൻ അതിൻ്റെ ഉള്ളിൽ അടിച്ചില്ല. അതിൻ്റെ ഉള്ളിൽ എന്തോരം അടിച്ചിട്ടും കാര്യമില്ല. ചേട്ടന്മാർക്ക് ഇന്ന് പണിക്കുള്ള കാരണം കൊണ്ട് അവർ ഉച്ചയ്ക്ക് വരുമ്പോൾ അത് തുറന്നിട്ടുണ്ടെങ്കിൽ ആകെ ആകെ സ്പോയിലായി പോകുമല്ലോ. അപ്പം ഞാൻ ഇവിടെ അടിക്കുന്ന കണ്ടപ്പോൾ ആൾ പോവാൻ നിന്നതാണ്. പിന്നെ ബാക്കിയുള്ളത് ആളടിച്ചു. അങ്ങനെ ഒരു ഒരു എന്താ പറയുക, ഒരു 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 പ്രത്യേക സുഖമാണ് പെയിന്റ് അടിക്കുമ്പോൾ. ഒരു 2, 3, 4 അർബാന വണ്ടി ഉണ്ടായിരുന്നു ആ ചെറിയ ഏരിയയിൽ ഞാൻ ആ പേൾ ഗ്രാസ് പറിച്ചപ്പോൾ ഉണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അവിടെ നമ്മൾ വീണ്ടും മണ്ണിട്ടിട്ട് വേറെ എന്തെങ്കിലും പൂവുള്ള ചെടികൾ വെക്കാന്നൊക്കെ അങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് കേട്ടോ ഭാഗ്യം നമുക്ക് ഒരു സർപ്രൈസ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. താങ്ക് യു. അങ്ങനെ നമ്മുടെ ഈ ഒരു സൈഡ് വൃത്തിയായിട്ടുണ്ട്. ഇവിടെ പെയിന്റ് അടിച്ച ഈ ഭാഗവും വൃത്തിയായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ പുല്ലൊക്കെ ഒന്ന് അടിച്ച്, ഇവിടെ പശുവൊന്നുമില്ല, അല്ലെങ്കിൽ പശുവിനൊക്കെ തിന്നാൻ കൊടുക്കായിരുന്നു കേട്ടോ. വലിയ കാര്യത്തിൽ മണ്ണൊന്നും ഉണ്ടായിരുന്നില്ല. മുകളിലേക്കാണ് അതിങ്ങനെ പൊന്തി വരുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ സർപ്രൈസ് കേട്ടോ. ഇവിടെ ഭാഗ്യം കൊണ്ടുവന്നതാണ് വേങ്കട. എല്ലോടെ ചോദിക്കേണ്ട എല്ലാവരും ഇത് എവിടുന്ന് ശ്രീ മേടിക്കുന്നത്. മണ്ണൂത്തിലെ എല്ലാ കടയിലും കിട്ടും. ഇതിന് 13 രൂപ കേട്ടോ. ഇതിൻ്റെ വലിയ പ്ലാന്റ് ഉണ്ട് 35 രൂപയുടെ. അതാണ് കുറച്ചും കൂടി നല്ലത്. നല്ല വലിപ്പം ഉണ്ടാവും. പെട്ടെന്ന് തൈകൾ, അതായത് അതുമത്തെ ആ ഒരു വിത്ത് പൊട്ടി നിറച്ച് തൈകൾ ഇങ്ങനെ ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെ ഇരിക്കലേ ചേട്ടന്മാർ ഇതാ പണി കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. ബിജു ചേട്ടനും രമേശ് ചേട്ടനും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് മണ്ണിട്ടാൽ നല്ലതാവും മാളു എന്ന് പറഞ്ഞു. അവരെന്നെ സ്നേഹത്തോടെ മാളു എന്നാണ് വിളിക്കാറുള്ളത്. ഇതൊന്നും എസ് പി ആയതുകൊണ്ട് ഞാൻ പറയണതല്ല കേട്ടോ. ഇതെന്നെ എൻ്റെ ചേട്ടന്മാർ വിളിക്കുന്നതും ഞാൻ എൻ്റെ ചുറ്റുമുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് എസ് പി ആയിട്ട് തോന്നുന്നതാണ്. ഈവൻ ഞാനത് മാറ്റാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് മാറണില്ല. അത് ഭയങ്കര നാച്ചുറലായിട്ട് വന്നു പോകുന്നതാണ് കേട്ടോ. അങ്ങനെ ചേട്ടന്മാർ പറഞ്ഞു മണ്ണിടാന്ന് പറഞ്ഞപ്പോഴേക്കും ദാ മണ്ണ് നമ്മുടെ മുമ്പിൽ എത്തിയിട്ടുണ്ട്. ഇതവിടെ കഴിഞ്ഞ ദിവസം ചേട്ടന്മാരനെ എനിക്ക് നിറച്ച് തന്നിട്ടുണ്ടായിരുന്ന മണ്ണാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ ഈ ഒരു ഗ്രോ ബാഗിലാണ് നമ്മളത് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. ഇനി ചെടി നടാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ മണ്ണ് ഇവിടെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ആ കൊണ്ടുവന്നിട്ടുള്ള ചെടികൾ വെക്കാമല്ലോ എന്ന് വിചാരിച്ചു. ഇപ്പം മണ്ണിൻ്റെ കുഴപ്പമാണെന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ വെക്കുന്ന ചെടികളൊക്കെ നശിച്ച് പോകാമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം മണ്ണിൻ്റെ കുഴപ്പമാണെന്നുണ്ടെങ്കിൽ വേറെ മണ്ണിട്ടിട്ട് നമുക്ക് വെക്കുമ്പോൾ അതങ്ങോട്ട് മാറിക്കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് വീണ്ടും നമ്മൾ മണ്ണ് തട്ടിയിട്ട് അതിൻ്റെ മുകളിൽ വെക്കാമെന്ന് വിചാരിക്കുന്നത് കേട്ടോ. ഇതൊക്കെ ഓൾറെഡി നമ്മൾ പ്രോസസ്സ് ചെയ്ത് വെച്ചിട്ടുള്ള മണ്ണാണ്. അതായത് കോഴിക്കാട്ടോ അല്ലെങ്കിൽ ആട്ടുംകാഷ്ടോ ഒക്കെ ഇട്ടിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ചാണകപ്പൊടിയും ഒക്കെ ചകിരിച്ചോറൊക്കെ ഇട്ടിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് അപ്പം തന്നെ എടുത്ത് ചെടി നടുക വേണ്ടി. അങ്ങനെ നടാൻ വേണ്ടിയിട്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മണ്ണ് തന്നെയാണ്. അതാണ് ചേട്ടന്മാർ അപ്പുറത്ത് നിർത്തോണമെന്ന് ഇതിലേക്ക് ഇട്ട് തരുന്നത് കേട്ടോ. ഈ പച്ച ഗ്രോ ബാഗ് ഇവിടുന്ന് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ മീഷോന്ന് മേടിച്ചേടാ. അത് ഗ്രീൻ ഗ്രോ ബാഗ് എന്ന് മീഷോയിലും ഫ്ലിപ്കാർട്ടിലും ആമസോണിലും ഒക്കെ അടിച്ചു കൊടുത്താൽ കിട്ടും. നമ്മുടെ മണ്ണുത്തികളുടെ ഷോപ്പിലും ഉണ്ട് കേട്ടോ. അത് എനിക്ക് തോന്നുന്നു 25 രൂപ മുതൽ 12 രൂപ മുതലൊക്കെ മുകളിലേക്ക് ഉണ്ടെന്ന് തോന്നുന്നു. 12 രൂപയൊക്കെ വളരെ ചെറുതാണ്, ഒരു ഉപകാരമില്ല. ഒരു 50 രൂപയുടെ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയാണ്. നമുക്കതിൽ മുളകും തൈയൊക്കെ വെക്കാൻ പറ്റും. നമ്മുടെ തക്കാളി തൈയൊക്കെ വെക്കാൻ പറ്റും കേട്ടോ. നല്ലതാണ്. സാധാരണ ഗ്രോ ബാഗിനെ വിട്ടിട്ട് നല്ല 1-2 കൊല്ലം കൂടുതൽ നിൽക്കുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ നമ്മൾ ആ ഒരു ബ്ലാക്ക് കളർ പോലെ ഫീൽ ചെയ്യുന്നുണ്ടല്ലേ മണ്ണ്, അത് നമ്മൾ പ്രോസസ്സ് ചെയ്ത മണ്ണായ കാരണം കൊണ്ടാണ് കേട്ടോ. അതിൽ നന്നായിട്ട് ചെടി വളരേണ്ടതാണ്. അത്രയും വളക്കൂറുള്ളൊരു മണ്ണാണത്. പക്ഷേ അറിഞ്ഞുകൂടാൻ എങ്ങനെയാണ്. എന്തായാലും ഈ കാലാവസ്ഥയിൽ കൂട്ടിയ നമ്മളിപ്പോൾ മുന്നേ നട്ട് വെച്ചിട്ടുണ്ടല്ലോ, അതൊക്കെ നന്നായിട്ട് വളരാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ആകെ മണ്ണായിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു പ്ലാൻ ഇല്ലാത്ത കാരണം കൊണ്ടേ, അല്ലെങ്കിൽ ഞാൻ പെയിന്റ് അടിക്കൽ ലാസ്റ്റേ ചെയ്യുള്ളായിരുന്നു. അപ്പോൾ ചേട്ടന്മാരൊക്കെ വന്ന് സെറ്റാക്കി ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. നമ്മളെന്തെങ്കിലും പറയുമ്പോഴേക്കും ഓടി വന്ന് നോ പറയാതെ അത് ചിരിച്ചുകൊണ്ട് ചെയ്യുന്ന ആൾക്കാർ, അത് നമുക്ക് ഭയങ്കര ഭാഗ്യമാണ് കേട്ടോ. എൻ്റെ എന്ത് കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞാൻ അങ്ങനെ ഒന്നും പറയില്ല അവരുടെ അടുത്ത്. കാരണം അവർ ജോലി കഴിഞ്ഞിട്ട് വരുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് നമ്മുടെ
അച്ഛനോ അല്ലെങ്കിൽ ചേട്ടന്മാരോ ഒക്കെ ആയിട്ടാണ് അവരിങ്ങനെ നമ്മുടെ കൂടെ ചേർന്ന് നമ്മൾ പറയുമ്പോൾ അത് ചെയ്തു തരുന്നത് നമ്മളങ്ങനെ ഒരു രീതിയിൽ കാണുന്ന കാരണം കൊണ്ടാണ് കേട്ടോ. അതുകൊണ്ട് ഞാനൊന്നും പറയാറൊന്നുമില്ല. അപ്പോൾ ഞാൻ വല്ലപ്പോഴും എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ചേട്ടന്മാരത് അങ്ങോട്ട് ചെയ്തു തരും. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ചെടികളൊക്കെ മൊത്തത്തിലൊന്ന് വെക്കാമെന്ന് വിചാരിച്ചു. ഭാഗ്യം എന്താണെന്ന് അറിയില്ല, ഒന്നോ രണ്ടോ ഇച്ചിരി അങ്ങോട്ട് ഷെയ്ഡ് മാറ്റമുള്ളൂ ചെടികൾക്ക്. ഇനിയിപ്പോൾ അവിടെ ഇല്ലാണ്ടാണോ എന്ന് അറിയില്ല കേട്ടോ. ആളത് ഒരേ കളർ പോലെയാണ് മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഇത് വലുതാവുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്, നല്ല രീതിയിൽ പൂക്കളുണ്ടായി നിൽക്കുകയും ചെയ്യും. പക്ഷെ വർഷക്കാലം ആകുമ്പോൾ ചെറുതായിട്ട് നശിച്ചു പോകുന്നുണ്ടെങ്കിലും ആ വിത്തുകൾ ആ മണ്ണിൽ തന്നെ വീണിട്ട് പിന്നെ അങ്ങോട്ട് ധാരാളം മുളയ്ക്കും. ഇവിടെ നമ്മുടെ റോഡിൻ്റെ വക്കത്തുകളിലൊക്കെ ധാരാളം കാണാറുള്ളത് ചെടിയാണ് കേട്ടോ. അങ്ങനെ അവർ അവിടെ മാങ്ങയൊക്കെ ചെത്തി തിന്നുന്ന തിരക്കിൽ നമുക്ക് ഈ ചെടി മൊത്തത്തിൽ അങ്ങോട്ട് വെച്ചു കൊടുക്കാം കേട്ടോ. സൂപ്പർ ആയിക്കൊണ്ടിരിക്കുന്നു. ഓരോ സൈഡായിട്ട് വൃത്തിയാക്കാം നമുക്ക്. എങ്ങനെ ഇരുന്ന സ്ഥലാ ഇത് പെട്ടെന്ന് വലുതായി വരില്ലേ? സൂപ്പറാണ്. നമ്മുടെ മൂവാണ്ടമ്മത്തെ മാങ്ങ നന്നായിട്ട് പഴുത്ത് വീണു തുടങ്ങി. അപ്പോൾ അവർ ചെത്തി തിന്നുന്നതിൻ്റെ കൂട്ടത്തിൽ എനിക്കും കിട്ടിയ ഒരു കഷ്ണം. അങ്ങനെ ഇവിടെയൊക്കെ വൃത്തിയാക്കി അടിപൊളിയാക്കിയിട്ട് വന്നപ്പോഴേക്കും എനിക്ക് എന്താ പറയുക, മനസ്സിന് വല്ലാത്തൊരു സന്തോഷം തോന്നി. ഫൈനലി അവിടെയൊക്കെ നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ, നിറച്ച് ചെളിയൊക്കെ വന്നതേ. ഇതായിരുന്നു എൻ്റെ ഒരു ദിവസവും എൻ്റെ ഒരു തെറാപ്പി, ഒരു ദിവസത്തെ മൂഡ് ഓഫ് മാറ്റുന്ന തെറാപ്പി എന്ന് പറയുന്നത്. വൈകുന്നേരം ആയപ്പോഴേക്കും ഞാൻ എക്സ്ട്രീംലി ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. ആ ഹാപ്പി ആവാൻ വേറെയും കുറച്ച് കാരണങ്ങളുണ്ട്, നിങ്ങൾക്ക് കാണാം. ഇനിയിപ്പോൾ ചേട്ടന്മാരെല്ലാവരും പോവാണ്, നാളെ കാലത്താണ് എത്തുള്ളൂ. അപ്പോൾ നമുക്ക് അവരെ യാത്രയാക്കിയിട്ട് വരാം കേട്ടോ. ഫൈനൽ ലുക്ക് കാണിച്ചു തരാൻ മറന്നതാ. ഇതായിരുന്നു കേട്ടോ ഫൈനലി നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. മുമ്പ് കണ്ട നിറച്ച് പുല്ലൊക്കെ ആയിട്ട് ആകെ ഒരു വൃത്തികേടായിട്ടില്ല ഇരിക്കണ്ടായിരുന്നേ. 6 ആൾക്ക് കഞ്ഞി നാളെ ഉച്ചയ്ക്ക്, 6 ആൾക്ക് ചോറ്, 6 ആൾക്ക് കഞ്ഞി, 6 ആൾക്ക് ചോറ്, പിന്നെ ഞാനും ഉണ്ടാവും. അപ്പൊ 7 ആൾക്ക് കഞ്ഞിയും വേണം. ടാറ്റാ ബാബ്, നാളെ കാണാം. So beautiful, just looking like a wow. Clean ആക്കിയ ചൂടമ്മ ആനച്ചോണ്ടൊക്കെ പോ. നല്ല ഭംഗിയുണ്ട്. ഇനി ഇതും കൂടെ നമുക്ക് റെഡി ആക്കണ്ടേ? ഇതിനി നാളെ കേട്ടോ, ഇതൊക്കെ ഇനി നാളെ. ഇനി നമ്മൾക്ക് ഈ ഭാഗം കൂടി റെഡിയാക്കണം. അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഒരു കുളിയും കഴിഞ്ഞ് എത്തിയപ്പോഴാണ് ചേട്ടൻ ഈ ഒരു മീനും കൊണ്ടുവരുന്നത് കേട്ടോ. ഇത് നമ്മുടെ നാട്ടിൽ തന്നെ റോഹു എന്നാണ് അത്ര പറയാ. ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര വലിയ മീനെ കാണുന്നത്. അപ്പോൾ ഭാഗ്യൻ അതിനെ പിടിച്ച് നിൽക്കുന്നതും അതിന്റെ വലിപ്പം കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനൊന്ന് സ്ലൈറ്റ്ലി നമ്മുടെ സ്ക്രീൻ തിരിച്ചത്. ഇത് 6.5 കിലോ ഉണ്ടായിരുന്നെന്നാണ് പറഞ്ഞത്. ഇതിന് ചൂണ്ടയിട്ടിട്ട് ഡോളിയേട്ടൻ പിടിച്ചതാണ് കേട്ടോ. അപ്പൊ ഭാഗ്യം മേടിച്ചതാണ്. ചത്തട്ടിലടാ, കഴുകട്ടാ അതിനെ. ഞാൻ ഈ മീനെ കഴിക്കാനും ഇഷ്ടപ്പെടുന്നില്ല, അതുപോലെ തന്നെ നന്നാക്കാനും അതായത് വൃത്തിയാക്കാനും ഇഷ്ടപ്പെടുന്നില്ല. എന്നുണ്ടെങ്കിലും തീരെ നിവൃത്തിയില്ലാത്ത സാഹചര്യങ്ങളിൽ ഞാൻ വൃത്തിയാക്കാറുണ്ട്. ഇന്നിപ്പോൾ ഭാഗ്യം പറഞ്ഞു ഞാൻ വൃത്തിയാക്കിക്കോളാം, മോനെ കൊണ്ട് കൂടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ആയിക്കോട്ടെ എന്ന് നമ്മൾ ഒരു വഴുവഴുപ്പാണ് ഈ മീനെ. അപ്പോൾ അത് കാരണം പിടിക്കുമ്പോൾ അങ്ങോട്ട് വഴുക്കി പോവും. നാളെ പണിക്ക് ചേട്ടന്മാരുള്ളത് ഭാഗ്യം, അല്ലെങ്കിൽ ഭാഗ്യം ഇതിനെ നന്നാക്കലൊരു പണിയാട്ടാ. അങ്ങനെ ഭാഗ്യം നന്നാക്കാനായിട്ട് ആരംഭിച്ചു തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് ഇത് ഇത്തിരി നേരം കൊണ്ടൊന്നും കഴിയില്ല എന്നുള്ള കാര്യം. ഓരോ കിണ്ണത്തിന്റെ വലുപ്പമുണ്ടായിരുന്നു ഇതിന്റെ ചെതമ്പൽ എന്ന് പറയുന്നത്. ശ്രീകുട്ടൻ പറയുന്ന പോലെ ഈ ചെതൽ എന്തൊരു വലിപ്പമായിരുന്നു അമ്മയെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു കത്തി ഉണ്ടായിരുന്നില്ല. പിന്നെ ഭാഗ്യന്റെ ആരോഗ്യം ഇത്തിരി മെച്ചപ്പെട്ടതായതുകൊണ്ട് ഭാഗ്യൻ അതിനെ നല്ല രീതിയിൽ തന്നെ നന്നാക്കി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ശ്രീകുട്ടൻ ലൈറ്റൊക്കെ പിടിച്ചു കൊടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പൊ നമുക്കിങ്ങനെ നന്നാക്കിയിട്ട് ഇനി കാണാം, ബാക്കി കഥകളും കേൾക്കാം. പറഞ്ഞ ആദ്യം അത് കഴിഞ്ഞ ഒരു കഥകളൊക്കെ പറഞ്ഞപ്പോൾ മോനൊരു വിളിക്കാൻ നോക്കിയപ്പോൾ സ്വിച്ച് ഓഫ് എന്ന് പറഞ്ഞു. അപ്പോൾ വിളിക്കാൻ നോക്കണമെങ്കിൽ ഇത്തിരി താല്പര്യമുള്ള കാരണല്ലേ എന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു താല്പര്യം ഉണ്ടായില്ലേ? പിന്നെ തന്നെ വിളിക്കാൻ നോക്കി വേണ്ടെന്ന് പറഞ്ഞു. അവരോട് അപ്പനെ പറയാൻ പറ്റില്ലല്ലോ വേണ്ടാന്ന്. ഇനിയിപ്പോ ചേട്ടനായി എന്തിനാ മോനെ കളഞ്ഞ, അടിപൊളി മീനാണെന്നു, നമുക്ക് ഇങ്ങനത്തെ മീനൊന്നും കിട്ടില്ല, അത്ര ഫ്രഷ് മീനെന്നൊക്കെ പറഞ്ഞ പിന്നെ ഞാനത്
ഇതായിട്ടിരിക്കണ്ടെന്ന് വിചാരിച്ചു. ഉയർന്നു നേട്. അവര് വിചാരിക്കുന്നത് ഈ തീറ്റ മാത്രം പരിപാടിയുള്ളൂ. ഇത് തീറ്റ മാത്രം പരിപാടിയായിട്ടില്ല. ഇത് നാളെ 6 പേര് പണിക്കാരുണ്ട്. 12 2 നേരം. പിന്നെ കടയിലേക്ക് വേണമെങ്കിൽ കടയിലേക്ക് പോകും. അമ്മ വരില്ലേ? ഈ തുരുമ്പൊക്കെ ഉറയ്ക്കണ ഒരു സാധനം ഇല്ലേ, ആ സാധനം ഇങ്ങനെ വടിച്ചു കഴിഞ്ഞാൽ ചെതമ്പലൊക്കെ പെട്ടെന്ന് പോകും. ഒന്നും നമ്മുടെ കയ്യിലില്ല. നമ്മുടെ കയ്യിൽ ആകെയുള്ള ഈ പഴയ കത്തിയാ. അതുകൊണ്ട് പോകുന്ന എനിക്ക് തോന്നുന്നില്ല ചേട്ടാ. എങ്ങനെ പോണു? അതുകൊണ്ട് പോകും. ഹാർഡ് വർക്ക് മേക്ക് ദ മീൻ നന്നാക്കണ ആളുകള് അതുകൊണ്ട് ചെയ്യാൻ പോണേ. എനിക്ക് വേണമെങ്കിൽ മറ്റേ സാധനമില്ല, ഡ്രില്ലർ. ഇതിനാദ്യം കഷ്ണാക്കുന്നുണ്ട് അവര്. ഏയ് അത് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പറണ്ടുമ്പോ ഈ സാധനമൊക്കെ ഇങ്ങനെ തെറിച്ചു പോകുമോനെ. ഇത്തിരി ബലത്തില് ഇതതിനെ കഴിക്കുക. അവിടെ ആൾക്കാരില്ല, നമ്മളെല്ലാവരും ഉണ്ടെങ്കിൽ ശരിയാ. ചെതലല്ലടാ മണിയ, ചെതമ്പല്. ചെതമ്പൽ മുറിയുണ്ട. അങ്ങനെ നീണ്ട ഒടുവിൽ അത് സംഭവം സക്സസ് ആയിട്ട് നിർത്തിയാക്കി തന്നിട്ടുണ്ട്. അവിടെ നാട്ടിൽ എന്താണ് മീനെ പറയാ, ഒന്ന് കമന്റ് ചെയ്തോളൂട്ടാ. കത്രി കൂടിയോ? ഇപ്പോൾ നല്ല മൂർച്ചയുള്ള കത്തി ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് പറ്റുമോ? നമ്മുടെ കയ്യിൽ മൂർച്ചയുള്ള കത്തിയില്ല. ഷാപ്പിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇതിന്റെ തല മാത്രം കറി വെക്കും, നല്ല ടേസ്റ്റ് ആണെന്ന് ഭാഗ്യം പറഞ്ഞു. അമ്മയുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെന്നെ കേട്ടോ. പക്ഷെ ഇവിടെ അതൊന്നും വെച്ചാൽ ആരും കഴിക്കില്ല. ഇങ്ങനെ ഒന്നാമത്തിലെ മാംസം മാത്രമാണ് എല്ലാവർക്കും ഇഷ്ടമുള്ളൂ. പിന്നെ ഒരു വിധത്തിൽ സെറ്റാക്കി ബാക്കിയുള്ളതൊക്കെ ആക്കി തന്നു ഭാഗ്യം. പുഴയിൽ പിടിക്കുന്ന മീന് ഒരു ചെളിമണോ ഒരു ഉളുമ്പ് മണമൊക്കെ ഉണ്ടാവുന്നല്ലേ പറയാ. അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇച്ചിരി ചൂടുവെള്ളത്തിൽ, നല്ല ചൂടുവെള്ളത്തിൽ നമ്മുടെ പിഴുപുളി ഉണ്ടല്ലോ, സാമ്പാർ പുളി, അത് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ഇട്ടിട്ട് ഇതിനിടും. ഇട്ടാൽ പിന്നെ നമ്മളങ്ങോട്ട് എടുക്കും. അതിൻ്റെ മുകളിലത്തെ ആ കറുപ്പ് കളർ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അത് എനിക്ക് ഇളയമ്മ പറഞ്ഞു തന്ന ടിപ്പാണ്. പക്ഷെ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. ഒരു മണം ഉണ്ടാവില്ല, നമുക്കങ്ങനെ കയ്യിൽ ഇങ്ങനെ വഴുവഴുപ്പൊന്നും ഫീൽ ചെയ്യൂല. ഇത് കുറച്ചധികം വെള്ളമായ കാരണം കൊണ്ട് ഇരട്ടിപ്പണിയായെന്ന് മാത്രം. ചില കാര്യങ്ങൾ അങ്ങനെയല്ലേ, നമ്മളതങ്ങോട്ട് ഇഷ്ടപ്പെടാണ്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇരട്ടിപ്പണിയായിട്ടാണ് ഫീൽ ചെയ്യുക. അപ്പോൾ എന്നാലും ഞാൻ ഒരു വിധത്തിൽ 3 കഷ്ണാക്കിയിട്ട് ഭാഗ്യം തന്നിട്ടുണ്ടായിരുന്നു. 3നും നമ്മൾ ഒന്ന് മുക്കി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ എടുത്തപ്പോൾ അതിൻ്റെ മുകളിലത്തെ ആ ഒരു കറുപ്പ് കണ്ട ഇതുപോലെ പോണ കണ്ട അങ്ങനെ പോയി കിട്ടും കേട്ടോ. ഇതിപ്പോൾ നമുക്ക് ബ്രാൽ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇവിടെ ഒരു മീനെ കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ കരിമീനാണ് കൂടുതൽ യൂസ്ഫുൾ ആയിട്ട് വരിക. മീനിന് വരെ ടേസ്റ്റ് വ്യത്യാസമോ അല്ലെങ്കിൽ മീൻ ഉടയോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഇത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളൊരു മീനാണ് കേട്ടോ. ഇത് നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നാണ് ഞാനിവിടെ കടയിലത്തെ ചേട്ടന്മാർക്കും അതുപോലെ തന്നെ അമ്മയ്ക്കും അച്ഛനും ഏട്ടായിക്കും ചേച്ചിക്കും ഒക്കെ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ പറഞ്ഞത് നല്ല ടേസ്റ്റ് ഉണ്ടെന്നാണ് പറഞ്ഞത്. വറുത്തിട്ടും ടേസ്റ്റ് ഉണ്ടായിരുന്നു, വെച്ചിട്ടും ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന്. ആക്ച്വലി നമ്മുടെ വീട്ടിൽ കത്തിയില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ ഒരു കാര്യം. ഈ വീട്ടിൽ കത്തിയൊക്കെ എവിടെ പോയി ശ്രീജയത് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവില്ലേ? എന്താണെന്നറിയാം ഇവിടെ ഉണ്ടാവണേ. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഭാഗ്യം ചേട്ടന്മാർ കത്തി കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ തിരിച്ചു കൊണ്ടുവന്ന് തരും. നമ്മുടെ ഭാഗ്യം ഇനിച്ചിട്ടുണ്ടെങ്കിൽ കത്തി കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അവിടെ എവിടെയും കൊണ്ടുവിടും. ഇവിടുന്ന് നാട്ടുകാരെ കത്തി ഒരാൾ മേടിച്ചുകൊണ്ട് പോയിട്ട് തിരിച്ചു കൊണ്ട് കൊടുത്തിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. മറക്കണതാണ് കേട്ടോ, മനഃപൂർവ്വമല്ല, അറിഞ്ഞോണ്ടല്ല. മനഃപൂർവ്വം പറയണ പോലെ മനഃപൂർവ്വമല്ല, അതാ മറക്കുവാളാ ആ കാര്യം അങ്ങോട്ട്. എന്നിട്ട് അവിടെയും കത്തിയൊക്കെ ബ്ലാക്ക് കളറിലുള്ളതല്ലടാ, കാണില്ല. വാഴയുടെ തണ്ടൊക്കെ മുറിച്ച് കളഞ്ഞിട്ടൊക്കെ മുറിച്ച് കളയാനായിട്ട് കൊണ്ടുപോകണതാണ്. പിന്നെ അത് കാണില്ല. അങ്ങനെ നമ്മുടെ ഒരു 5-6 കത്തി മിസ്സിങ് ആണ് ഇപ്പോൾ. എന്നിട്ട് ഞാൻ നമ്മുടെ വീട്ടിൽ കറിക്കരിയണ കത്തി കൊണ്ടാണ് മീൻ നുറുക്കിയത്. അങ്ങനെ അതിലേക്ക് നമ്മൾ കുറച്ച് കുരുമുളകും മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടി വേണ്ട, നല്ല കാശ്മീരി ചില്ലിയും പിന്നെ എന്താടാ അങ്ങനത്തെ ഒക്കെ ഉപ്പും വിനാഗിരിയും ഒക്കെ ചേർത്ത് നന്നായിട്ട് തിരുമ്മി കൂട്ടി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമുക്ക് വറുക്കും ചെയ്യാം, ബാക്കി നമുക്ക് കൂട്ടാൻ വെക്കുകയും ചെയ്യാം. ഇവിടെ നമ്മൾ കറികളൊക്കെ വെക്കുന്നത് ചെറുള്ളിയിലാണ് കേട്ടോ. എനിക്ക് സവാളയേക്കാൾ ഇഷ്ടം ചെറുള്ളിയാണ്. സവാള എടുക്കുമ്പോഴേ ചെറിയൊരു മധുരം ഫീൽ ചെയ്യും നമ്മുടെ കറിക്ക്. കുഞ്ഞുള്ളി ആകുമ്പോൾ നല്ലൊരു ഫ്ലേവർ അല്ലേ. അപ്പോൾ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്, ധാരാളം കുഞ്ഞുള്ളി ഇട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് നല്ല നാടൻ വെളിച്ചെണ്ണയിൽ നമുക്കിത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം കേട്ടോ. കറിവേപ്പിൻ്റെ ഇലയ്ക്ക് നമ്മുടെ ഇവിടെ ഒരു ശാമലിയല്ലോ, അത് കാരണം അതും ധാരാളമായിട്ട് ഇട്ടിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് മൂപ്പിച്ചെടുക്കണം. നല്ലൊരു മണം വരണ വരെ നമ്മളതിനെ മൂപ്പിച്ചെടുക്കണം. അതോടൊപ്പം തന്നെ നമുക്ക് തൊട്ടപ്പുറത്ത് ഇതൊന്ന് വറുത്തെടുക്കാം. ഇതെങ്ങനെയുണ്ട് വറുത്താന്ന് അറിയില്ലല്ലോ. അപ്പോൾ നമ്മൾ ഫ്ലേവർ നമ്മളൊരു വിധം ഇഞ്ചി വെളുത്തുള്ളി ഒന്നും വറക്കണ മീനിൽ ചേർക്കില്ല കേട്ടോ. മീനിൻ്റെ ഫ്ലേവർ മുന്തി നിൽക്കണം എന്നാണ് എപ്പോഴും ഭാഗ്യം പറയാറുള്ളത്. ഒരുപാട് മസാലകൾ ഇട്ടിട്ടുണ്ടെങ്കിൽ ആ മീനിൻ്റെ കളർ, മീനിൻ്റെ ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അതങ്ങോട്ട് വരില്ല നമുക്ക്. നമുക്ക് മിസ് ചെയ്യും.
അപ്പോൾ അതിനേക്കാളും നല്ലത് നമുക്ക് വെറുതെ ഉപ്പും മുളകും കുരുമുളകും മാത്രം പുരട്ടി ഉപ്പും മാത്രം പുരട്ടിയിട്ടേ അതൊന്ന് വറുത്തെടുക്കണതാണ് കേട്ടോ. എന്നിട്ട് അതിൽ നമ്മൾ നല്ല എരിവുള്ള മുളക് പൊടി ഒരു 3 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മല്ലിപ്പൊടി കഴിഞ്ഞ കാരണമുകൊണ്ടാണ് കുറച്ച് ഇട്ട് കൊടുത്തത് കേട്ടോ. പിന്നെ നമ്മുടെ ഈ മഞ്ഞപ്പൊടിക്ക് ഈ കളർ ഉണ്ടാവാൻ കാരണം നമ്മൾ കാർഷിക സർവകലാശാലയിൽ നിന്ന് മേടിച്ചതാ 80 രൂപ ഒരു പാക്കറ്റ് മല്ലിപ്പൊടിക്കായിരുന്നത്. അതെനിക്ക് തോന്നുന്നു മഞ്ഞപ്പൊടി അല്ല, അത് മഞ്ഞൾ പൊടിയാണെന്ന് തോന്നുന്നു. കാരണം ഒരു മഞ്ഞ കളറും അതിനുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഉപ്പിട്ട് കൊടുത്ത് നന്നായിട്ട് വഴണ്ട് വന്നപ്പോഴേ അതിൽ നമ്മുടെ തക്കാളിയും 2 തക്കാളിയും നമ്മുടെ മൂവാണ്ടൻ മാങ്ങയില്ലേ അതൊരു വലുപ്പമുള്ളത് പൊട്ടിച്ചിട്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നടാ. എന്നിട്ട് നമ്മൾ 2ാം പാലാണ് ഒഴിക്കണം. 2ാം പാലിലാണ് നമ്മുടെ മാങ്ങയും അതുപോലെ തന്നെ തക്കാളി നമുക്ക് വെന്ത് വരേണ്ടത്. ഇത് നമ്മുടെ തൃശ്ശൂർ സ്റ്റൈലിലുള്ള മീൻകറി വെപ്പാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മളിങ്ങനെ മാങ്ങാക്കറിയും വെക്കാറുണ്ട് കേട്ടോ. അങ്കമാലി മാങ്ങാക്കറി ഈ ഒരു രീതിയിൽ തന്നെയാണ് വെക്കണം, മീൻ ഇടില്ല എന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് ആ ഒരു മാങ്ങയും തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വരുമ്പോൾ നമുക്കതിൽ 1ാം പാൽ ഒഴിച്ചു കൊടുക്കാം. 1ാം പാൽ നന്നായിട്ടൊക്കെ ഒന്ന് തിളച്ച് ആ ഒരു പാലിൻ്റെ മണമൊക്കെ മാറി വരുമ്പോൾ നമുക്കതിൽ മീനും കൂടി ഇട്ട് കൊടുക്കാം. ഓൾറെഡി നമ്മൾ ഉപ്പും മുളകൊക്കെ പുരട്ടി വെച്ചിട്ടുള്ളതായ കാരണം കൊണ്ട് പെട്ടെന്ന് തന്നെ പിടിക്കും കേട്ടോ. നമ്മുടെ ആ മീനൊന്ന് ജസ്റ്റ് ഒന്ന് വേവാൻ വേണ്ടിയിട്ടുള്ള സമയം വേണ്ടു. എണ്ണയൊക്കെ തെളിഞ്ഞ് വരുമ്പോഴേക്കും സെറ്റാവും. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഉള്ളി കാച്ചി ഇടാം കേട്ടോ. ഞാനിപ്പോൾ ഓൾറെഡി ഒരുപാട് വെളിച്ചെണ്ണയൊക്കെ കഴിച്ച് പിന്നെ ഒരുപാട് വെളിച്ചെണ്ണയൊക്കെ ഇങ്ങനെ പൊന്തി വന്നൂല്ലോ. അപ്പം ഞാൻ അതിൽ വേറെ പരിപാടികളൊന്നും ചെയ്തിട്ടില്ല. ഭാഗ്യം എന്താ, രുചി നോക്കി അപ്രൂവൽ തന്നിട്ടുണ്ട്. ഇതായിരുന്നു നമ്മുടെ സാഡിൽ തുടങ്ങി നല്ല ഹാപ്പിയിൽ അവസാനിച്ച ഒരു ദിവസം. അപ്പോൾ വീഡിയോ എങ്ങനെയുണ്ടായിരുന്നു? ഇനി ഭാഗ്യന് ഭക്ഷണം കൊടുക്കട്ടെ കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ. ശ്രീജ.